ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മൾ വീടിൻ്റെ പ്ലംബിങ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വാട്ടർ ടാങ്ക് മുകളിൽ വെച്ചതിന് ശേഷം എല്ലാ ബാത്റൂമുകളിലേക്കും ഇന്നിപ്പോൾ ആവറേജ് മിനിമം ഒരു വീട്ടിൽ ഒരു 3 ബാത്റൂമെങ്കിലും നമുക്ക് ഉണ്ടാവാൻ ചാൻസസ് കൂടുതലാണ്. അപ്പോൾ നമുക്ക് എല്ലാ ബാത്റൂമുകളും അത്യാവശ്യം യൂസ് ചെയ്യുന്ന സമയത്ത് രാവിലെ ടൈമുകളിലാണെങ്കിൽ നല്ല പ്രഷർ കാര്യങ്ങൾ കിട്ടുന്നില്ല. അപ്പോൾ അത് എങ്ങനെ കിട്ടുമെന്നുള്ള ഡീറ്റെയിൽസ് വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, വാട്ടർ ടാങ്കിൽ നിന്ന് ഇറങ്ങുന്ന പൈപ്പിന് നന്നായിട്ട് വണ്ണമുള്ള പൈപ്പ് ഇറക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. അത്രയും പ്രഷർ നമുക്ക് എല്ലാ ടാപ്പുകളിലും കിട്ടും. നമ്മൾ കോമൺ ആയിട്ട് സാധാരണ ഉപയോഗിക്കേണ്ടത് 2 ഇഞ്ച് പൈപ്പെങ്കിലും 6 kg പൈപ്പാണ് നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ ഇങ്ങനെ ചെയ്യണം എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. വേറെ ഒന്നും കൊണ്ടല്ല, നല്ല ഹൈ പ്രഷർ 2 ഇഞ്ച് പൈപ്പ് ഏറ്റവും മുകളിൽ നിന്ന് നേരെ താഴേക്ക് ഇറക്കി കഴിഞ്ഞാൽ ഹൈ പ്രഷർ നമുക്ക് എല്ലാ ബാത്റൂമുകളിലും എല്ലാ കിച്ചണിലേക്കും ആണെങ്കിൽ എല്ലാ ടാപ്പുകളിലേക്കും കിട്ടും. പിന്നെ അതിൻ്റെ തൊട്ടുപുറത്ത് നമ്മൾ കൊടുത്തിരിക്കുന്ന 1 ഇഞ്ച് പൈപ്പ് നേരെ മോട്ടറിൽ നിന്ന് വരുന്ന പൈപ്പ് ടാങ്കിലേക്കുള്ളത്. പിന്നെ വരുന്നത് അതുപോലെ തന്നെ നമുക്ക് മുനിസിപ്പാലിറ്റിക്ക് വേണ്ടിയിട്ട് ഒരു 3/4 ഇഞ്ച് പൈപ്പ് ഉണ്ട്. മുനിസിപ്പാലിറ്റിക്ക് വേണ്ടിയിട്ട് ഒരു പൈപ്പ് ഇറക്കിയിട്ടുണ്ട്. പിന്നെ തൊട്ടുപുറത്ത് കാണുന്ന പൈപ്പാണ് അതിൻ്റെ ഓവർഫ്ലോ പൈപ്പ് വരുന്നത്. ഇവിടെ നമ്മൾ ഷീറ്റ് വർക്കും കാര്യങ്ങളും വരുന്നതുകൊണ്ട് അതിൻ്റെ മുകളിൽ വന്ന് വീഴാൻ വേണ്ടിയിട്ടാണ് അത്രയും ഹൈറ്റിൽ വെച്ച് കൊടുത്തിരിക്കുന്നത്, ഓവർഫ്ലോന് വേണ്ടിയിട്ട് അങ്ങനെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഏറ്റവും മുകളിൽ നിന്ന് 2 ഇഞ്ച് പൈപ്പായിരിക്കണം, അത് 63 mm പൈപ്പായിരിക്കണം നമ്മൾ ഏറ്റവും മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങിയിട്ട് മെയിൻ വാൽവ് വെച്ചതിന് ശേഷം പല സ്ഥലങ്ങളിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത്. നേരെ താഴേക്ക് വന്നു, അതിൽ നിന്നും നേരെ കുറച്ച് സ്ഥലമെങ്കിലും 1 മീറ്ററോ 2 മീറ്ററോ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കുമായിട്ട് നീട്ടിയായിട്ടാണെങ്കിലും നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ 2 ഇഞ്ച് പൈപ്പ് തന്നെ കൊടുക്കുക. അതിനുശേഷം റെഡ്യൂസ് ചെയ്ത് 1.5 ഇഞ്ച് പൈപ്പിലേക്ക് കൺവേർട്ട് ചെയ്യുക. ഇപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് അറിയാൻ പറ്റും, കേട്ടോ, വാഷിംഗ് മെഷീനാണ്, മുകളിലേക്കുള്ള വാഷിംഗ് മെഷീൻ. അതിൻ്റെ ഡ്രൈനേജ് സിസ്റ്റം 1.5 ഇഞ്ച് കൊടുത്തു. പിന്നെ അത് 3/4 ഇഞ്ച് പൈപ്പാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിലൊന്നാണ്, 1.5 ഇഞ്ച് പൈപ്പായിരിക്കണം നമ്മുടെ വാട്ടർ ലൈനിൽ നമ്മൾ റെഡ്യൂസ് ചെയ്ത് 2 ഇഞ്ചിൽ നിന്ന് റെഡ്യൂസ് ചെയ്ത് 2 ഇഞ്ചിൽ നിന്ന് റെഡ്യൂസ് ചെയ്ത് 1.5 ഇഞ്ചാക്കി. ആ 1.5 ഇഞ്ച് പൈപ്പ് നമ്മുടെ ഏറ്റവും അവസാനത്തെ ബാത്റൂമിൻ്റെ അവിടെ ആ എൻഡ് വരെ നമുക്ക് 1.5 ഇഞ്ച് പൈപ്പ് കൊടുക്കുകയാണെങ്കിൽ, അതായത് ഏറ്റവും ഹൈ പ്രഷർ നമുക്ക് എല്ലാ ടാപ്പുകളിലും ഏറ്റവും കൂടുതൽ കിട്ടുന്ന ഡൈവേർട്ടർ ആണെങ്കിൽ ഷവർ ഓയിൽ, അതായത് റെയിൻ ഷവറിൽ നമുക്ക് ശരിക്കും എഫക്റ്റ് ചെയ്യും. ഒരു 1.5 ഇഞ്ച് പൈപ്പ് ഏറ്റവും അവസാനത്തെ ബാത്റൂം വരെ കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല കാര്യമായിരിക്കും. അതിൽ നിന്ന് റെഡ്യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ പറഞ്ഞ ബാത്റൂമിൻ്റെ അകത്തേക്ക് കൊടുക്കുക. പിന്നെ ഈ ഫസ്റ്റ് ഫ്ലോറിലേക്ക് നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ ഫസ്റ്റ് ഫ്ലോറിൽ നമുക്ക് ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യുന്നത് നമ്മുടെ റെയിൻ ഷവറിലാണ്. നമ്മൾ താഴെ നിന്ന് മുകളിലേക്ക് നമ്മൾ കണക്ട് ചെയ്യുന്ന സമയത്ത് റെയിൻ ഷവറിൽ പ്രഷർ കുറയുന്നതിൻ്റെ മെയിൻ കാരണം 1.5 ഇഞ്ച് പൈപ്പ് നമുക്ക് അതിൻ്റെ താഴെ വരെ നമ്മൾ കൊണ്ട് നിർത്തിയിട്ട് അതിൽ നിന്ന് 1 ഇഞ്ച് പൈപ്പായിട്ട് കൺവേർട്ട് ചെയ്ത് മുകളിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ശ്രദ്ധിക്കേണ്ട, ഞാൻ നേരത്തെ പറഞ്ഞു, 2 ഇഞ്ച് പൈപ്പ് നേരെ ടാങ്കിൽ നിന്ന് ഇറക്കുക, അതിൽ നിന്ന് റെഡ്യൂസ് ചെയ്ത് 1.5 ഇഞ്ച് ആക്കുക. ഈ 1.5 ഇഞ്ച് ഏറ്റവും അവസാനം നമ്മുടെ ബാത്റൂം വരെ കൊടുക്കുക. അതിൽ നിന്ന് റെഡ്യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ ടാപ്പുകളോ കാര്യങ്ങളോ ബാത്റൂമിലേക്ക് കണക്ട് ചെയ്യുക. ഇങ്ങനെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഒരു ബാത്റൂമിലും, അതായത് ഫസ്റ്റ് ഫ്ലോറിലുള്ള ബാത്റൂമിലാണെങ്കിൽ കൂടിയും, അതായത് 2ാം നിലയിലുള്ള ബാത്റൂമിൻ്റെ ഷവറിലാണെങ്കിൽ കൂടി യാതൊരു പ്രഷറിൻ്റെ യാതൊരു എഫക്റ്റും, അതായത് കുറയുന്ന ഒരു എഫക്റ്റ് നമുക്ക് കാണില്ല. നല്ല രീതിയിൽ ഹൈ പ്രഷർ നമുക്ക് റെയിൻ ഷവറിൽ ഫീൽ ചെയ്യും, അതുപോലെ തന്നെ ഡൈവേർട്ടറിലും ഫീൽ ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാനും മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, എനിക്ക് തോന്നുന്നു കൂടുതൽ ആളുകളും സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ കാണുന്നതെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തേക്കാം ഫ്രണ്ട്സ്, എന്നാലും നമുക്ക് ഈ ചാനൽ അല്ലെങ്കിൽ ഇതുപോലുള്ള വീഡിയോസ് ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ ലഭിക്കുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ. There was once a day that I would pray for you. I'd go and misbehave just so you'd notice too. Sneaking looks up and down from across the room. Damn, what a hell of a view. I feel good, you look great, I like you, I can't wait. A first time, a first date, you're so fine, I'm so late. You sip wine, I drink straight.